തിരുവനന്തപുരത്ത് ഈ പ്രചാരണം നടത്തുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ആരവം ഉണ്ടായിരിക്കുന്നത്, ഏറ്റവും പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരവം കേൾക്കുന്നത് CP ജോണിൻ്റെ ക്യാമ്പിൽ നിന്നാണ്. ലൈവായിട്ട് തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രചാരണ സമിതി ഓഫീസിൽ നിന്ന് അദ്ദേഹം മണ്ഡലത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈവായിട്ട് തന്നെ ഷോ, പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രത്തിന് മുമ്പിൽ MG റോഡിൽ തന്നെ. അതുകൂടാതെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ഹോട്ടൽ മുറികൾ മുഴുവൻ CMP പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണ്. നല്ല ഉച്ചഭാഷണികൾ കേൾക്കുന്നതും ഏറ്റവും കൂടുതൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നതും ഹൈ ഡെസിബൽ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ CP ജോണിൻ്റെയാണ്. CP ജോൺ ഇങ്ങെടുക്കുമോ തിരുവനന്തപുരം? CP ജോണിൻ്റെ ചിഹ്നം കപ്പലാണ്. ഈ കപ്പൽ നങ്കൂരമിടും തിരുവനന്തപുരത്ത്. അപ്പം ഇപ്പം ചോദിക്കും, തിരുവനന്തപുരം സെൻട്രൽ BJP ഇല്ലേ? BJP അത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. BJP കാര്യമാക്കി എടുത്തു വെച്ചിരിക്കുന്നത് നിയമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും മാത്രം. കാരണം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ലത്തിൻ കത്തോലിക്കരുണ്ട്. അവരുടെ വോട്ട് വളരെ നിർണായകമാണ്. അപ്പോൾ ചോദിക്കും, ശിവകുമാർ ജയിച്ചിട്ടില്ലേ? കോൺഗ്രസ് അനുഭാവമായിരുന്നല്ലോ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ശിവകുമാർ ജയിച്ചത്. 2016 BJPയുടെ സ്ഥാനാർത്ഥി ശ്രീശാന്തായിരുന്നു, ക്രിക്കറ്റ് താരം. 2021 വന്നിട്ട് കൃഷ്ണകുമാറായിരുന്നു. കൃഷ്ണകുമാർ പിന്നീട് ഇവിടുന്ന് അങ്ങ് മാറ്റി വട്ടിയൂർക്കാവിൽ മത്സരിക്കാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് നിന്നത്. വട്ടിയൂർക്കാവും കൊടുത്തില്ല, തിരുവനന്തപുരം സെൻട്രലും കൊടുത്തില്ല, ഒരിടവും കൊടുത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പത്മനാഭൻ്റെ മണ്ണ് എനിക്ക് വേണമെന്നും പറഞ്ഞാണ് BJPയിൽ അടിപിടിയായി. അങ്ങനെയാണ് കരമന ജയൻ കയറി നിന്നത്. കരമന ജയനൊന്നും അവിടെ ജയിക്കാൻ പോകുന്നില്ല. കരമന ജയനും ജയിക്കത്തില്ല. പിന്നെ വേറൊരു സുധീർ കരമന ജനാർദ്ദനൻ നായർ എന്ന് പറയുന്ന മികച്ച നാടക സിനിമ നടൻ്റെ മകനാണ് കരമന സുധീർ. കരമന സുധീറൊന്നും എവിടെ രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല. സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു. ചിലപ്പോൾ അവിടെ യൂണിയൻ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ടാകാം. ഈ CPMകാർ ഈ സിനിമാക്കാരെ ഇറക്കാതിരിക്കുക എന്നല്ല. ഇവർക്കിത് പലവട്ട അനുഭവം ഉള്ളതാണല്ലോ. അവർ വെറും കോമാളികളായി മാറുകയാണ്. രണ്ടാം വട്ടം തോക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നസെന്റിനെ നിർത്തി ഒരു തവണ ജയിച്ചു, ചാലക്കുടി മണ്ഡലത്തിലാണ്. ഇന്നസെന്റിന് വലിയ താല്പര്യമില്ലായിരുന്നു, അവരിറക്കിയതാണ് CPM സ്വതന്ത്രനായിട്ട്. പിന്നീട് രണ്ടാമത് നിർത്തി, രണ്ടാമത് 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. കൊല്ലത്ത് മുകേഷ്, ആ കോമാളി എന്താണ് കാണിച്ചത്? അത് 2 തവണ ജയിച്ചു പോയി. 2 തവണ ജയിച്ചത് കോൺഗ്രസ്സുകാരുടെ പിടിപ്പുകേട് കൊണ്ടാണ്. അവിടെ കോൺഗ്രസിനെ അത് കാലുവാരിൽ നടന്നുകൊണ്ടാണ്. വെറും 2200 വോട്ടിന് മാത്രമാണ് രണ്ടാം തവണ മുകേഷ് ജയിച്ചത്. തീരദേശത്ത് ചെന്നപ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, സ്ത്രീകളെ ചൂലും കെട്ടെടുത്തതാണ്, അറിയാമോ? അപ്പം യാതൊരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ്. അത് ഈ സാംസ്കാരിക നായ്ക്കളെന്ന് വേണേൽ പറയാം, നായകരല്ല. അവരെ ഇറക്കാതിരിക്കുക നല്ലത്. അതിനകത്ത് ഒരാൾ മാത്രമേ ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുള്ളൂ. ഈ ഇദ്ദേഹം പ്രൊഫസർ MK സാനു മാസ്റ്റർ അന്ന് ജയിച്ചു വന്നപ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കുകയായിരുന്നു വേണ്ട. അത്ര മികച്ച പ്രകടനമായിരുന്നു. സാനു മാസ്റ്ററിനെ ഉന്തിത്തള്ളി അവർ നിർത്തിയതാണ്, അങ്ങനെ എറണാകുളം പിടിക്കാൻ വേണ്ടിയിട്ട്. അതോടുകൂടി അത് മതിയാക്കി. കടമ്മനിട്ട രാമകൃഷ്ണൻ ജയിച്ചു ഒരു തവണ, ഒരു തവണ തോക്കുകയും ചെയ്തു. ആറന്മുളയിൽ നിന്നാണ് തോറ്റത്. കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. പണ്ട് നായനാരല്ലേ നിയമസഭയിൽ പറഞ്ഞേ, ഇനി എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടെങ്കിൽ കടമ്മനിട്ട ഒരു കവിതയല്ലോ എന്ന് പറയുകയുണ്ടായി. അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാതെ ഞാൻ ചോദിച്ചിട്ട് പിന്നെ ഒരിക്കല് മുരളിയെ നിർത്തി. മുരളി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ് നിർത്തിയത്. മുരളി പരാജയപ്പെട്ടു, സുധീരനോടാണ് പരാജയപ്പെട്ടത്. VM സുധീരൻ്റെ അടുത്ത് ജയിക്കാൻ പറ്റില്ല. മുരളി ഒരു നല്ല പാർലമെന്റേറിയൻ ആയതിന് അല്പം രാഷ്ട്രീയ സ്വഭാവം ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. ബാക്കി ഒരു സിനിമാക്കാരെയും ഇടയ്ക്ക് KPSC ലളിതയെ ഇറക്കാൻ വേണ്ടി CPM നോക്കിയതാണ്. ശക്തമായ എതിർപ്പ് വടക്കാഞ്ചേരിയിൽ നിന്നുണ്ടായപ്പോഴാണ്
അതിന് പിന്മാറ്റം ഉണ്ടായത്. അവർ CPIയുടെ അനുഭാവിയായിരുന്നു. പിന്നെ ഇവർ ചോദിക്കും ഒരു ഗണേഷ് കുമാറും ഇല്ലേ എന്ന് ചോദിക്കും. ഗണേഷ് കുമാർ സിനിമാക്കാരൻ എന്നുള്ളതിന് ഉപരി നല്ല രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. നല്ല മന്ത്രിയുമാണ്. മികച്ച പ്രകടനമാണ്. അദ്ദേഹത്തിന്റെ മറ്റെന്തെങ്കിലും സ്വഭാവ ദൂഷ്യമൊക്കെ പലരും കാണുന്നുണ്ടെങ്കിലും പിന്നെ ഇവിടെ അദ്ദേഹം മികച്ച പ്രകടനമല്ലേ കാഴ്ചവെച്ചിട്ടുള്ളത്. പുനലൂരിന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തെ പത്തനാപുരം അദ്ദേഹത്തിന്റെ മണ്ഡലത്തെ അദ്ദേഹം ശരിക്കും അത് പുനഃസൃഷ്ടിച്ചു എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ. അപ്പൊ ഈ പട്ടാഴി വരെ എത്തുന്നുണ്ട്. അപ്പൊ ഈ സുധീർ കരമനയൊക്കെ നോക്കിയോ വളരെ താഴെ നിലയ്ക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. ചിഹ്നം തന്നെ ക്യാമറയാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നം തന്നെ അരിവാൾ അർച്ചിട്ട് കിട്ടും. സ്വതന്ത്ര ചിഹ്നമല്ലേ കിട്ടിയിരിക്കുന്നത്. ഈ പിന്നെ ഏത് ചിഹ്നത്തിൽ കൊടുത്താലും ഇവിടെ CPM ജയിക്കാൻ പോകുന്നില്ല. പഴയ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലമാണെന്ന് തോന്നുന്നു ഇത്. MV രാഘവനും മത്സരിച്ചിട്ടുള്ളതാണ്. അതെ അതെ. അപ്പൊ CP ജോണിനും ഇടം തന്നെയാണ്. CP ജോൺ ഇവിടെ 2-3 വർഷമായി ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ശിവകുമാർ ആവുന്നത്ര നോക്കി ഇവിടെ നുണഞ്ഞ് കയറാൻ വേണ്ടിയിട്ട് നടന്നില്ല. ശിവകുമാറിനത് വിജയം എളുപ്പമാണെന്നുള്ളത് കൊണ്ടാണ് ശിവകുമാറിനെ പിന്നെ ഈ നുഴഞ്ഞേറ്റ് അവസാനിപ്പിച്ചിട്ട് അരുവിക്കരയിലേട്ട് പറഞ്ഞു വിട്ടു. അവിടെ മിക്കവാറും സ്റ്റീഫന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ പിന്നെ CP ജോണിന് വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തന രീതിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. നല്ല ചിട്ടയായിട്ടുള്ള അദ്ദേഹം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ CP ജോൺ മന്ത്രിയുമാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മണ്ഡലമാണിത്. കഴിഞ്ഞ തവണ 21 ആന്റണി രാജു ഈ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. ആന്റണി രാജുവിന് മത്സരിക്കാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ. മത്സരിച്ചിരുന്നെങ്കിലും തോക്കും. അത് തട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ CP ജോണിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ നിൽക്കുകയാണ്. പ്രത്യേകിച്ചൊരു UDFന്റെ ഒരു തരംഗം കേരളമൊട്ടാകെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും CP ജോണിന് തിരുവനന്തപുരം മണ്ഡലം അനുകൂലമാണ്. ഈ പലപ്പോഴും BJPക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് ഈ മണ്ഡലം. കൃഷ്ണകുമാർ നല്ല വോട്ട് നേടി 2021. ഇപ്പൊ ശശി തരൂര് പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിലെ വോട്ടൊക്കെ എണ്ണുമ്പോൾ BJP ആയിരിക്കും മുമ്പിൽ വരുന്നത്. പക്ഷെ തീരദേശം എണ്ണുമ്പോൾ മാറുകയാണ്. ആ തീരദേശത്തെ വോട്ടാണ് BJPക്ക് എതിരായിട്ട് മാറിയിട്ടുള്ളത്. ആ തീരദേശ വോട്ട് പിടിക്കാനായിട്ടുള്ള ശ്രമമാണ് BJP ഇനി നടത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ തിരുവനന്തപുരം സെൻട്രലും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലവും BJPക്ക് അനുകൂലമാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CP ജോൺ തന്നെയാണ്. ഒന്ന് ചോദിക്കട്ടെ, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഈ തീരദേശം വരുന്നുണ്ടോ? ഉണ്ട്, തീരദേശം വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം, മുനമ്പത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ മുനമ്പത്ത് ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ തന്നെ തിരുവനന്തപുരത്ത് ഈ നോർത്ത് മണ്ഡലം ഉൾപ്പെടെ സെൻട്രൽ മണ്ഡലം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വന്നിട്ട് BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. മുനമ്പം വഖഫ് പ്രശ്നത്തിൽ നമ്മളോടൊപ്പം നിന്നത് BJP മാത്രമാണെന്നുള്ളൊരു പ്രചാരണം വളരെ കൺവിൻസിംഗ് ആയിട്ട് രീതിയിൽ നടത്തിയിട്ടുണ്ട്. അല്ല, വോട്ട് വർധനവുണ്ടാകും BJPക്ക്. BJP ചിലപ്പോൾ 2ാം സ്ഥാനത്ത് വരും. നേരത്തെ 3ാം സ്ഥാനത്തായിരുന്നു. അത് 2ാം സ്ഥാനം ആവാം. ഈ 2016 BJP ഇവിടെ പിന്നെ ശ്രീശാന്തിനെ കൊണ്ടുവന്ന് നിർത്തിയത് ഈ ക്രിക്കറ്റ് താരത്തിന്റെ ഒരു പെരുമയിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുമെന്നും പറഞ്ഞ അതൊന്നും ഉണ്ടായില്ല. പക്ഷേ കരമന ജയൻ എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് ഇവിടെ പണ്ടു തൊട്ടേ പ്രവർത്തിച്ച് BJPയുടെ എത്ര വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ കരമന ഈ പറയുന്ന പോലെ CPM പോലെ ഒരു ബുദ്ധിജീവിയൊന്നും അല്ലെങ്കിൽ തന്നെ കരമന ജയൻ O രാജഗോപാലിൻ്റെ കാലം മുതൽ തന്നെ പ്രവർത്തന രംഗത്ത് കർമ്മമണ്ഡലത്തിൽ BJPയുടെ പ്രവർത്തന രംഗത്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാൾ. ഓരോ സമരത്തിനും പ്രക്ഷോഭത്തിനും ഒക്കെ മുൻനിരയിൽ തന്നെ കരമന ചെയ്യുന്നുണ്ട്. ഒത്ത സഹിസുമുണ്ട്. അപ്പോൾ ഒരു പ്രകടനത്തിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്ക് ഒരു ഗജരാജൻ നിൽക്കുന്നത് പോലെ ഒരു അലങ്കാരവും ഉള്ള ഒരു വ്യക്തിയാണ്. ജയിക്കും എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തൃണമൂല തലത്തിൽ ഒരു സ്വാധീനം ഇല്ലേ വാസ്തവത്തിൽ? അല്ല, അദ്ദേഹത്തിന് ഇവിടെ തിരുവനന്തപുരത്തിൽ അല്പം സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉള്ളത് കൊണ്ടാണ് തിരുവനന്തപുരം മണ്ഡലം അദ്ദേഹത്തിന് സെൻട്രൽ മണ്ഡലം ചോദിച്ച് തന്നെ വാങ്ങിച്ചത്. വോട്ട് വിഹിതം വർധനമുണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ CP ജോണിന് അനുകൂലമായിട്ട് തരംഗത്തിൽ CP ജോൺ തന്നെ കയറിപ്പോകും. ഒരു പക്ഷേ മന്ത്രിയായിട്ട് തന്നെ
നമുക്ക് CP ജോണിനെ നിയമസഭയിൽ CP ജോണ് വരട്ടെ, നല്ലതാണ്. ഒരു കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ പഠിച്ച് CPM ഉത്തരം പറയാൻ അറിയാവുന്ന, അതെ, ഒരു തോമസ് ഐസക്കിന് പോലും ഉത്തരം പറഞ്ഞിട്ടുള്ള ഒരാളുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.